ഒരു ചോക്ലേറ്റ് വീതം കൊടുത്തോ. പ്രിയച്ചി പ്രിയച്ചി എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട പ്രിയച്ചി. അതെന്താ അപ്പൊ അച്ഛൻ എനിക്ക് ചോക്ലേറ്റ് തരാതെ ഓലിക്കൊക്കെ കൊടുക്കണത്? അത് ശരിയാണല്ലോ മൂപ്പ. മൂപ്പനെന്താ തക്കുടുവാക്ക് മാത്രം കൊടുക്കാത്തേ? എന്നാ പിടിച്ചോ. പ്രിയച്ചി എനിക്ക് ചോക്ലേറ്റ് ഒന്നും വേണ്ട പ്രിയച്ചി. എന്താ ചിന്നു നീ പറഞ്ഞ മനസ്സിലാക്കാത്തേ? ചിന്നുവിന് മാത്രല്ല പ്രിയച്ചി, ഞങ്ങൾക്ക് ഒന്നും വേണ്ട ചോക്ലേറ്റ്. ഞങ്ങൾ ആ സൂചിന്ന് ഒന്ന് രക്ഷിച്ചാ മതി. ഞങ്ങൾക്ക് വേണ്ട പ്രിയച്ചി. ഈ കുട്ടികളുടെ ഒരു കാര്യം. എടി പ്രിയ, ഇവര് നമുക്ക് വേഗം അവിടെ എത്തിക്കാം. നമുക്ക് ക്ലാസ് ഇപ്പൊ തുടങ്ങും. വേണ്ട പ്രിയച്ചി, പ്രിയച്ചി പോലെ. പ്രിയച്ചി ഞങ്ങൾ പിന്നെ പ്രിയച്ചിനോടല്ലാതെ പിന്നെ ആരോട് പറയാനാ? പ്രിയച്ചി. പ്രിയ, അവരെ ഇപ്പോഴേ ശ്രദ്ധിക്കാതിരിക്കുന്നതാ നല്ലത്. അച്ഛാ, തക്കുടുവാവയ്ക്ക് മിഠായി ഒന്നും വേണ്ട അച്ഛാ. പിന്നെ എന്താ വേണ്ടെന്റെ തക്കുടുവാവക്ക്? ഐസ്ക്രീം വേണോ? എനിക്കൊന്നും വേണ്ട അച്ഛാ. എന്നെ ആ സൂചിന്ന് ഒന്ന് രക്ഷിച്ചാ മതി. അല്ലെങ്കിലും തക്കുടുവാവൻ ഇവിടെ ആരും സൂചി വെക്കൂലാന്ന്. ടീച്ചർ, എവിടെയാ കുട്ടികളൊക്കെ? അത് പിന്നെ അവര് പഠിക്കാൻ പോയിട്ടുണ്ട്. എത്ര നേരമായി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ പോവാൻ? സോറി, ഈ കുട്ടികളൊക്കെ എന്താ ഇങ്ങനെ? എടാ ഇക്രു, പോയി പറഞ്ഞു കൊടുക്ക് വേഗം. ഈ ഇക്രു എന്താ അവിടെ പല്ലുണ്ടാക്കി നിൽക്കുന്നത്? ആ ചിന്നൊക്കെ അവിടെ നിന്ന് ഇപ്പൊ പോകട്ടോ. ഞാനിവിടെ പോകുന്ന പെണ്ണുങ്ങളെ. ടീച്ചറേ, ഹോ വന്നോ? നീയൊക്കെ എവിടെ പോയി കളിക്കായിരുന്നു ഇക്രു? എന്താ ടീച്ചറേ? എവിടെ ആ അപ്പൊക്കെ എവിടെ? അപ്പു അപ്പു സൂചി വെച്ചില്ലേ? വെച്ചെന്നാണല്ലോ അവൻ എന്നോട് പറഞ്ഞത്. എടാ ഇക്കു, നീ എന്താ മേലോട്ട് നോക്കി അന്തം വിട്ട് നിൽക്കുന്നത്? അത് പിന്നെ ടീച്ചറെ, ഞാൻ ടീച്ചറോട് ഒരു കാര്യം പറഞ്ഞു തരാനാ വന്നത്. എന്താ ഇക്കു, വേഗം പറഞ്ഞോ. ടീച്ചറെ, ടീച്ചർ വെറുതെ സംസാരിച്ച് നിൽക്കാതെ വേഗം കുട്ടികളെ കൊണ്ടുവാ, ഞങ്ങൾക്ക് പോകണം. ഇനി ലേറ്റായാലേ ഞങ്ങൾക്ക് ബസ് കിട്ടില്ല. ക്ഷമിക്കൂ സിസ്റ്ററെ, ഇപ്പൊ ശരിയാക്കി തരാം. ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം ആയല്ലോ. ഇങ്ങനെ ഒരു അനുസരണ ഇല്ലാത്ത കുട്ടികളെ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല. അയ്യോ, അവരങ്ങനെ മോശം കുട്ടികളൊന്നല്ല, അവർ പേടിച്ചിട്ടാ. എന്തിനാ അവർക്കൊക്കെ അത്ര പേടി? ഞങ്ങൾ അവരെ പിടിച്ചു തിന്നുവോ? എടി ചക്കി, ആ ഇക്രു കോളാക്കുവോ? നീ ഒന്നും മിണ്ടാതിരിക്കും മീനു, അവൻ അങ്ങനെ ചെയ്യില്ല. എടാ ഇക്രു, നിനക്ക് ഇനിയും സമയമുണ്ട്, ഇങ്ങോട്ട് തിരികെ വാ. ടീച്ചറേ, അവൻ കുത്തു വാങ്ങിട്ട് തന്നെ വരുള്ളൂ. എന്ത് പറ്റി ഇക്രു? ടീച്ചറേ, അത് പിന്നല്ലേ, ഞാനേ ടീച്ചർക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാനാ വന്നത്. എന്ത് രഹസ്യം ഇക്രു? അത് പിന്നല്ലേ, ചിന്നും കൂട്ടർ നിൽക്കുന്ന സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു ടീച്ചറെ, കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചോ? എവിടെയാ ഇക്രു? അതൊക്കെ ഞാനേ പറഞ്ഞു തരാം ടീച്ചറെ, ഭയങ്കര രഹസ്യാണ്. ടീച്ചർ ചെവി ഇങ്ങോട്ട് താ. ഈ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ ആ കുട്ടികളൊക്കെ എപ്പോ വരാനാണ്? ഷോ, ഇതുപോലൊരു ദിവസം ഉണ്ടായിട്ടില്ല നമുക്ക്. ഹോ, അപ്പൊ അങ്ങനെയാണല്ലേ? എന്നിട്ടാ പ്രിയ നേരത്തെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ടീച്ചറെ, അത് മാത്രല്ല വേറെ രഹസ്യം കൂടി ഉണ്ട്. എന്താ എന്താ ഇക്രു? അത് പിന്നെ ടീച്ചറെ, ഞാനാ പറഞ്ഞെന്ന് പറയല്ലേ, ഇവിടെ ഈ ചെടിയുടെ മറവിലില്ലേ ചക്കിയും മീനും ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അവരും കുത്തിവെപ്പ് എടുത്തിട്ടില്ല, അവർക്കും ഒരു കുത്ത് കൊടുത്തേക്ക് ടീച്ചറെ. എടീ ചക്കി, അവനെന്തോ കാര്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞു കൊടുക്കട്ടെടി, പറഞ്ഞു കൊടുക്കട്ടെ. നമുക്ക് അവരെ കൊടുക്കുന്ന സൂചി വെക്കണതേ കണ്ടിട്ട് ഇവിടെ നിന്ന് കൂക്കണ്ടേ? കൂക്കണ്ടേന്നോ? ഞാൻ ഫസ്റ്റ് കൂക്കും. എടി ചക്കി, ആ ടീച്ചർ എന്താ ഇങ്ങോട്ടേക്ക് നോക്കുന്നത്? അതൊക്കെ വെറുതെ നോക്കിയിരിക്കും പെണ്ണേ. അപ്പൊ ടീച്ചറെ പറഞ്ഞ പോലെ ഇക്രു, ഇക്രു നല്ല കുട്ടിയല്ലേ? അതെന്താ ടീച്ചറെ ഇങ്ങക്കൊരു സംശയം? ആ കയ്യൊന്നും ഇങ്ങോട്ട് നോക്കി പിടിക്ക്, ഞാൻ നോക്കട്ടെ. ഇതാ ടീച്ചറിന്റെ കയ്യ്. എന്തിനാ ടീച്ചറിന്റെ കൈ പിടിച്ചിരിക്കണേ? അതൊക്കെ ഉണ്ട് മോനെ, നീ ഇങ്ങോട്ട് വാ. ഈ ടീച്ചർ ചിലപ്പോ എനിക്ക് മിഠായി എന്തെങ്കിലും തരാനിരിക്കും. എനിക്ക് മിഠായി ഒന്നും വേണ്ട ടീച്ചറെ, അതെന്റെ കടമയല്ലേ ഓരോ എവിടെയാണ് പറഞ്ഞു തരുന്നത്. ഇത്രയും നല്ല കുട്ടിനെ ഞാൻ വെറുതെ വിടാനോ? അല്ലെങ്കിൽ ഇച്ച് നല്ലോണം അറിയാം ഈ ടീച്ചർക്ക് ഇന്നോട് നല്ല സ്നേഹമാണ്. ആ സത്യം നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ ഇക്രു. ഈ ടീച്ചർ ഒരു കാര്യം. ഇങ്ങോട്ട് വാ ഇക്രു മോനെ. ടീച്ചറെ, വേണ്ടാഞ്ഞിട്ടാണ്, ടീച്ചർ സ്നേഹം മാത്രം മതി, വേറെ ഒന്നും വേണ്ട ടീച്ചറെ. ടീച്ചർ ഇന്ന് എത്ര കൂടുതൽ സ്നേഹിച്ചല്ലേ? അപ്പൊ സിസ്റ്ററെ, നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? പിന്നല്ല, എപ്പോ തുടങ്ങിയെന്ന് ചോദിച്ചാ പോരെ? ഇന്നാലും എന്താ ടീച്ചർ ഇന്ന് തുടങ്ങാൻ പോണത്? ഇപ്പൊ കാണിച്ചാൽ ഇക്രു, നീ ഒന്ന് സമാധാനപ്പെട്.
അത് പിന്നെ സിസ്റ്ററേ, ഒരാളുടെ പേരും കൂടി എഴുതി ചേർത്തോട്ടോ. എന്താണ് കുട്ടിയുടെ പേര്? ആഹാ, അത് ശരി. ഈ ടീച്ചർ ഇത്രയും നേരം ഇക്രു ഇക്രു എന്ന് പറയുന്നത് കേട്ടിട്ടും പേരെന്താന്ന് മനസ്സിലായില്ലേ? ഓ, ഇക്രു എന്നാണോ? എന്നാലേ ആ ചെക്കനെ കുതിരി ഓടുമ്പോഴേക്ക് സിസ്റ്റർ തുടങ്ങിക്കോ. ഇനി അവന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അമ്മാതിരി പിടുത്തല്ലേ ടീച്ചർ അവനെ പിടിച്ചു വെച്ചിരിക്കണേ. അപ്പോഴും ഞാൻ അവനോട് പറഞ്ഞതാണ് നിങ്ങളുടെ വാക്ക് കേട്ട് പോവണ്ടെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് പിന്നെ ആ പൊട്ടനെ അവിടെ പോയിട്ട് വല്ല പൊട്ടത്തരം കാണിച്ചു കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ടീച്ചർക്ക് സംശയം തോന്നാനാണ്. ഇനിയിപ്പൊ എല്ലാ കുറ്റം അവന്റെ തലയിലാണ് കിട്ടോ. അല്ല, അവനും തന്നെ അത് തന്നെ വേണം. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് പോയതല്ലേ. എടി ചക്കി, അവനെ രക്ഷിക്കാൻ എന്താ ഒരു വഴി? പിന്നെ നിങ്ങളിപ്പോ അവനെ രക്ഷിക്കും. ഉടുമ്പ് പിടിച്ച പോലെ ടീച്ചർ അവനെ പിടിച്ചു വെച്ചിരിക്കണത്. അപ്പൊ എടുത്തം നോക്കിയൊക്കെ ടീച്ചറുടെ. നിങ്ങൾ രണ്ടെണ്ണം കാരണാണ് അവന് ഈ അവസ്ഥ വന്നത്. എങ്കിലേ കണക്കായി പോയി. ചക്കി, നമ്മളിനി എന്ത് ചെയ്യാ? നമ്മൾ എന്ത് ചെയ്യാനാ? അവനല്ലേ, അവൻ പോയിട്ട് വല്ല പൊട്ടത്തിൽ ഒപ്പിച്ചാണോ? അതിനുള്ള കുത്തേ അവൻ അങ്ങനെ കിട്ടട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? എന്താ എന്താ അപ്പു? അല്ല, ഞാൻ ചിന്തിക്കുന്നേ, നിങ്ങളുടെ വാക്ക് കേട്ടിട്ടേ പോയ അവനിപ്പോ ആരാ? ശശി, വെറും ശശി, അല്ലാതാരാ? കണ്ണിച്ചോറില്ലാത്ത പെണ്ണുങ്ങള്. ആ, ഞങ്ങൾക്കേ ഇത്തിരി കണ്ണിച്ചോറി കുറവാണ്. അപ്പുന്റെ അടുത്തുണ്ടോ കണ്ണിച്ചോര? കുത്ത് കിട്ടിക്കോട്ടെ ഓനിക്ക്. അല്ല മീനു. അതെ അതെ, ആർക്കായാലേ കുത്തി കിട്ടിട്ടേ ഓടുന്നത് കാണാനേ അത് ചേലല്ലേ. അമ്മോ, ഈ രാക്ഷസികളെ മുന്നിൽ നിന്നാലേ ഇവിറ്റങ്ങളെ എന്റെ രക്തം കുടിക്കോ? നിന്റെ രക്തം ഏതാ അപ്പു? ബി പോസിറ്റീവാ? മിണ്ടാതെ ഇവിടെ ഇങ്ങനെ നിൽക്ക, അതാപ്പ നല്ലത്. ഇന്നെ വീട് ടീച്ചറെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ അങ്ങോട്ട് പോയാലേ എങ്ങനെ ചെയ്യാവോ ഇക്രു? മോനെ ഇക്രു, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നിന്നേ. ഇന്നാലും ടീച്ചറെ, ഇന്നോട് ചതി വേണ്ടായിരുന്നു. ഇത് ചതിയല്ലല്ലോ ഇക്രു. ടീച്ചറെ, എന്നാൽ ഞാൻ പാവല്ലേ ടീച്ചറെ, എന്നോട് ഇത് വേണ്ടായിരുന്നു ടീച്ചറെ. ഇക്രു, മിണ്ടാതിരുന്ന ഇക്രു, കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എന്നാലും ഇന്നലെ ടീച്ചർ എന്നോട് ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ഒലക്ക എവിടെ ഉണ്ടെന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ സൂചി വെക്കാൻ പിടിച്ചപ്പോഴാ. ടീച്ചറെ, അവനിട്ട് കുത്തു കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. അതെ അതെ, അവനെ മറ്റുള്ളവർ സൂചി വെക്കണം കണ്ടിട്ടേ ചിരിക്കാൻ വേണ്ടി വന്നതാ പാവം ഇക്രു. എന്നാലും ടീച്ചർ ഇമ്മാതിരി ചതി എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ആ ടീച്ചർക്ക് ആരും പറഞ്ഞു തരൂല, നോക്കിക്കോ. അത് പിന്നെ വേറെ നിവൃത്തിയില്ല മോനെ ടീച്ചർക്ക്. അയ്യോ അയ്യോ ടീച്ചർ കൊത്തല്ലേ, എന്നെ കൊത്തണ്ട പറ ടീച്ചറേ. എടാ അപ്പു, അപ്പു ഓടി വാടാ, ഞാൻ പെട്ടടാ അപ്പു, അപ്പു. അവന്റെ കരച്ചിൽ കേൾക്കാനേ നല്ല രസമുണ്ടല്ലേ മീനു. അയ്യോ അപ്പു, എന്നെ കുത്തി അപ്പു. അവൻ കുഴിച്ച കുഴിയിലേ അവൻ തന്നെ വീണു. അങ്ങനെ അവനും കുത്തി കിട്ടി.